നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രസവിച്ച കുഞ്ഞിന്റെ ജീവനേക്കാൾ സ്വന്തം ജീവന് വില കൊടുക്കുന്ന ഏതു ജീവി ഉണ്ടാകും ഈ ഭൂമിയിൽ? അവതാരകയായ അശ്വതി ശ്രീകാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ അമ്മയുടെ മാനസിക സഞ്ചാരവും തന്റെ മാതൃത്വത്തെയും താരതമ്യപ്പെടുത്തിയാണ് അശ്വതി കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ അമ്മയെ കുറ്റപ്പെടുത്തിയും ന്യായീകരിച്ചും പല പ്രതികരണങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജീവഭയം കൊണ്ട് അയാളെ അനുസരിച്ചതാണെന്നും അയാളെ പേടിച്ച് സ്വന്തം കുഞ്ഞിനെ ഒരുത്തൻ കാലിൽ തൂക്കി തറയിലടിക്കുമ്പോൾ പ്രതികരിക്കാനാവാത്ത വണ്ണം അവൾ മരവിച്ചു പോയതാകാം എന്നൊക്കെയുള്ള പ്രതികരണങ്ങളെ വിമർശിച്ച് ഒരു അമ്മ എന്ന നിലയിൽ താൻ എങ്ങനെയാണെന്നും കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ അധികൃതരെ വിവരമറിയിക്കണമെന്നും അശ്വതി പറയുന്നു. മാനസിക വൈകല്യങ്ങളുടെ ഇരയാവേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങളെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അശ്വതിയുടെ കുറിപ്പ്. കുഞ്ഞിനെ മുറിയിൽ ഉറക്കി കിടത്തി ഡൈനിങ് ടേബിളിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ടോ? ഏതു നിമിഷവും ഓടിയെത്താൻ തയ്യാറായി പാതി ദേഹം മാത്രം കസേരയിൽ തൊട്ടാവും ഇരിപ്പ് പോലും. ഓരോ കുഞ്ഞനക്കങ്ങളും അവളെ ഞെട്ടിക്കും. കണ്ണും കാതും മനസ്സും കുഞ്ഞിന്റെ ചുറ്റുമിട്ട് വെറുമൊരു ദേഹവുമായാണ് കുഞ്ഞുറങ്ങുന്ന മുറിയിൽ നിന്നും ഓരോ അമ്മയും പുറത്തിറങ്ങാറ്. ഉള്ളിലൊരു വിറ പടരുന്നു. അങ്ങനെ ഒരമ്മ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വീട്ടിലടച്ച് രാത്രി ഭക്ഷണത്തിന് പുറത്തു പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ, 4 വയസ്സുകാരനെ ഒറ്റയ്ക്ക് വീട്ടിലടച്ച് ആശുപത്രിയിലേക്ക് പോയെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു വിറ പടരുന്നു. കണ്ണു നനയ്ക്കുന്ന വാർത്തകളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. എന്തിന്, അത്തരം സിനിമകളിൽ നിന്ന് പോലും. അശ്വതി എഴുതുന്നു, എന്തെന്നില്ലാത്ത ഒരു പകപ്പോടെ എൻ്റെ 5 വയസ്സുകാരിയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു. കുഞ്ഞിന്റെ കൊലപാതകിയുടെ അമ്മ എൻ്റെ അമ്മയുടെ സുഹൃത്തിന്റെ മകളാണെന്ന് ഇന്നലെ മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്നും അശ്വതി നടുക്കത്തോടെ പറയുന്നു. വൈധവ്യം അംഗീകരിക്കാനുള്ള മനസ്സിന്റെ വിമുഖത കൊണ്ട് ഇറങ്ങിപ്പോയതാവും. ഭർത്താവ് മരിച്ച് 3-ാം ദിവസം അരുണിനൊപ്പം പോകണമെന്ന് ബന്ധുക്കളോട് പറഞ്ഞതാണവൾ. ഒന്നാലോചിച്ചാൽ ശരിയാണ്, സ്വബോധമുള്ള ഒരു സ്ത്രീയും പറയാത്ത കാര്യമാണ്. കുഞ്ഞിനെ ഉപദ്രവിച്ചപ്പോൾ മരവിച്ചു പോയെങ്കിലും ആശുപത്രിയിൽ എത്തിയപ്പോൾ അപകടമാണെന്ന് പറയാൻ കാണിച്ച ജാഗ്രത ഓർക്കുമ്പോഴാണ് വീണ്ടും അതിശയം. ഇനി ജീവഭയം കൊണ്ട് അയാളെ അനുസരിച്ചതാണെന്ന് പറഞ്ഞാൽ പ്രസവിച്ച കുഞ്ഞിന്റെ ജീവനേക്കാൾ സ്വന്തം ജീവന് വില കൊടുക്കുന്ന ഏത് ജീവി ഉണ്ടാകും ഈ ഭൂമിയിൽ? അശ്വതി അതിശയത്തോടെ ചോദിക്കുകയാണ്. എന്നിട്ട് അശ്വതി തന്റെ അനുഭവവും പങ്കുവയ്ക്കുന്നു. മകൾ പത്മയുടെ വിരൽ കാറിന്റെ ഡോറിനടിയിൽ കുരുങ്ങി വേദനിച്ചു കരഞ്ഞപ്പോൾ കുഞ്ഞിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞത് ഞാനാണെന്ന്. എനിക്ക് നൊന്താൽ അച്ഛനും നോവും. പരിസരം മറന്ന് നിലവിളിച്ചതോർത്ത് എനിക്ക് തന്നെ പിന്നീട് നാണക്കേട് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അതങ്ങനെയാണ്. എനിക്ക് നൊന്താൽ അച്ഛനും നോവുമെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് തന്നെ എൻ്റെ മകളോടും ഞാൻ പറയാറുണ്ട്, അശ്വതി പറയുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും ശാരീരിക ക്ഷമത മാത്രമാണല്ലോ ഈ ലോകത്തിന്റെ മാനദണ്ഡം. മാനസികമായൊരു പരുവപ്പെടൽ ഏറ്റവും ആവശ്യമായ ഉത്തരവാദിത്വമാണ് അമ്മയും അച്ഛനുമാകൽ. എന്നിരിക്കെ അതില്ലാത്തവരുടെ ലോകത്തേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കുഞ്ഞു ജീവനുകൾ ഇനിയും എത്തുകയും ഇതുപോലെ നരകയാതനകൾ അനുഭവിക്കുകയും ചെയ്യും. അമ്മയോ അച്ഛനോ ആയതുകൊണ്ട് മാത്രം അവർ കുഞ്ഞിന്റെ പരമാധികാരികളാണെന്ന ചിന്ത നമുക്കും മാറേണ്ടിയിരിക്കുന്നു. ഓരോ കുഞ്ഞും അച്ഛനമ്മമാരുടെ മാത്രമല്ല, സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും തരത്തിൽ വികലമായ മനസ്സുള്ളവരാണ് മാതാപിതാക്കളെന്ന് അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഡോക്ടർമാർക്കോ അധ്യാപകർക്കോ തോന്നിയാൽ കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ദയവായി അധികൃതരെ വിവരമറിയിക്കുക. ഏതെങ്കിലും തരത്തിൽ വികലമായ മനസ്സുള്ളവരാണ് മാതാപിതാക്കളെന്ന് അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഡോക്ടർമാർക്കോ അധ്യാപകർക്കോ തോന്നിയാൽ കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ദയവായി അധികൃതരെ വിവരമറിയിക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനും സദാചാര പോലീസാകുന്ന നമ്മൾ അയൽ വീടുകളിൽ കേൾക്കുന്ന കുഞ്ഞു നിലവിളികൾക്ക് കൂടി കാത് കൊടുത്തിരുന്നെങ്കിൽ ചില ദുരന്തങ്ങളെങ്കിലും ഒഴിവാക്കാമായിരുന്നു. കുഞ്ഞെ മാപ്പ് എന്നിങ്ങനെ അശ്വതി കുറിപ്പ് അവസാനിപ്പിക്കുന്നു. അയൽപ്പക്കത്തേക്ക് ചെവി കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരായി മാറുകയാണ് മലയാളികൾ. ഈ നിസ്സംഗത അനുനിമിഷം നഷ്ടപ്പെടുത്തുന്നത് വിലപ്പെട്ട ജീവനുകളാണെന്നതാണ് ദുഃഖകരമായ സത്യം. ഈ സാഹചര്യത്തിൽ അശ്വതിയുടെ കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.